അതെ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതോ നിങ്ങൾ ചിരിക്കുമോ? ഭയങ്കര സീരിയസ് ആണേ. നിങ്ങൾ ചിരിക്കാതെ ചിരി കടിച്ചു പിടിച്ച് വേണം ഇരിക്കാനായിട്ട്, സീരിയസ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. അപ്പം ഞാൻ കാര്യം പറയാം. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ താണ്ടറ ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം എൻ്റെ മുന്നിൽ അതാ നിൽക്കുന്നു ദൈവം. അപ്പോൾ ദൈവം വന്നപ്പോൾ ഞാൻ ഒന്ന് പരിഭ്രമിച്ചു. എന്നാലും ദൈവം എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, കുഴപ്പമില്ല, നിന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ എന്നോട് കാര്യം പറയുമ്പോൾ അത് മറ്റുള്ളവർ കൂടെ കേൾക്കേണ്ടതായതുകൊണ്ട് ഞാനൊന്ന് റെക്കോർഡ് ചെയ്തേക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു, റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ചു. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, വീഡിയോ എടുക്കണ്ട, നിൻ്റെ ക്യാമറ ചിലപ്പോൾ അടിച്ചു പോകും, അതുകൊണ്ട് വീഡിയോ എടുക്കണ്ട, നീ വോയിസ് റെക്കോർഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശരി സമ്മതിച്ച്, ദൈവമായിട്ടൊരു തർക്കത്തിന് വേണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്തു. അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് ഞാൻ വിശ്വാസികളൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ കുറച്ച് വിശ്വാസികൾ വിശ്വസിച്ചു, ബാക്കിയുള്ളവർ വിശ്വസിച്ചില്ല. കേട്ടിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവം എന്നോട് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യം, ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുത്ത കാര്യം, അത് കേൾപ്പിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? ഞാൻ കേൾപ്പിക്കുക. ഒരു മിനിറ്റ് എടുക്കട്ടെ കേട്ടോ, കിട്ടുന്നില്ല. ഞാൻ ഒന്ന് പ്ലേ ചെയ്യാവേ, വെയിറ്റ് ചെയ്യണേ. സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. റെക്കോർഡ് ചെയ്ത് വെച്ചാണേ, റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇപ്പോൾ കേൾപ്പിക്കാം. ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്റെ മുറി വന്ന് ഇത് കേട്ട് കഴിയുമ്പോ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. അപ്പോൾ കേട്ടില്ലേ? സീരിയസ് ആണേ, തമാശാക്കല്ലേ. അപ്പോൾ ദൈവനോട് പറഞ്ഞ ഇതാണ്, ചർച്ചിൻ്റെ തിന്മയെപ്പറ്റി നോക്കി നടക്കുന്ന കുറച്ച് വിശ്വാസികൾ നിൻ്റെ സഭയിലുണ്ട്. അപ്പം അവരോട് നീ ചെന്നിട്ട് പറയേണ്ടത്, ചർച്ചിൻ്റെ തിന്മ നോക്കി നടക്കുന്ന വിശ്വാസികളുടെ കുടുംബത്തിൽ നിന്ന് തിന്മ മാറത്തില്ല, അതുപോലെ അതിൻ്റെ സന്തതി ഗുണം പിടിക്കത്തില്ല. ഇത് ഞാൻ പറയും. അപ്പം നീ റെക്കോർഡ് ചെയ്തിട്ട് വിശ്വാസിയെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞ്, ശരി ഞാനങ്ങനെ കേൾപ്പിക്കാമെന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നേരെ കൊണ്ട് കേൾപ്പിച്ചു. കുറച്ച് പേര് വിശ്വസിച്ചു, കുറച്ച് പേര് കൈയടിച്ചു, ബാക്കിയുള്ളവർ കൈയടിച്ചില്ല. നിങ്ങൾ കൈയടിക്കുമോ? ഇത് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയത്. അപ്പോൾ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ പറയുന്ന പുള്ളി വളരെ ബുദ്ധിശാലിയായിട്ടുള്ള ഒരാളാണ്. അയാളെക്കുറിച്ചല്ല നമ്മുടെ പ്രശ്നം. അവിടെ ഇരിക്കുന്ന കൈകൊട്ടിയ കുറച്ച് വിശ്വാസികളുണ്ടല്ലോ, പാവപ്പെട്ടവർ, ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുന്നവർ, അവരെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ട് തിന്നുവാണ് ഇവനൊക്കെ. ബൈബിൾ എടുത്തു വെച്ചിട്ട് അതിനകത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്തുക, അവരെ ഒന്ന് പ്രചോദിപ്പിക്കുക, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബൈബിൾ മോശമാണ്, മുഴുവൻ മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ബൈബിളിനകത്ത് മോട്ടിവേഷൻ തരാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനുണ്ടാക്കിയ സാധനമല്ലേ, അതിനകത്ത് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കേണ്ടതിന് പകരം അവനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ സൈസിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് മനുഷ്യൻ്റെ മനസ്സ് മടിക്കുകയാണ്. ഇത് പച്ചക്കള്ളമാണെന്നുള്ളതിന് വേറെ തെളിവ് വല്ലതും വേണ്ടോ? ദൈവം വന്നിട്ട് ഇവൻ്റെ റൂമിൽ വന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന്, ഇതേപോലെ എൻ്റെ ചർച്ചിലുള്ള വിശ്വാസികൾ നിൻ്റെ ചർച്ചിൻ്റെ തിന്മ നോക്കുന്നുണ്ട്, അവരോട് പറയണമെന്നുള്ള രീതിയിൽ ദൈവം പറഞ്ഞ സാധനം റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുകയാണ്. ഇത് ഇവൻ തന്നെ റെക്കോർഡ് ചെയ്തതാണെന്ന്, അതും വെറുതെ റെക്കോർഡ് ചെയ്തതല്ല. ദൈവം ഇപ്പം വന്നിട്ട് റൂമിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ദൂരെ നിന്ന് സംസാരിക്കുന്നു, ഇവൻ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നു. അത് ആ വോയിസിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വായും ഈ ഫോണുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതുപോലും കീപ്പ് ചെയ്തിട്ടില്ല. അത് ഇങ്ങനെ വെച്ചിട്ട് ഫോണിൽ സംസാരിച്ച സാധനമാണ്, റെക്കോർഡ് ചെയ്ത സാധനമാണ് ഈ കേൾപ്പിക്കുന്നത്.
ഇനി ചർച്ച് എന്തുവാ? ചർച്ച് ഇവൻ പറയുന്നത് ചർച്ചിന്റെ തിന്മ നോക്കി നടക്കുന്ന നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, നിന്റെ സന്തതി ഗുണം പിടിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചർച്ച എന്തുവാ? ചർച്ച എന്ന് പറയുന്നത് ആൾക്കാർക്ക് വന്നിരിക്കാനും അല്ലെങ്കിൽ ഒരു 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 സെറ്റപ്പാണെന്ന് വിചാരിക്കുക. ആ സെറ്റപ്പിനകത്ത് തന്നെ ഇത്ര തിന്മ വരാനായിട്ട്? തിന്മ ഉണ്ടാക്കുന്ന ആരാ? അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചർച്ചിൽ എന്തെങ്കിലും തിന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഇവനാണ്. ഇവനല്ലേ എൻ്റെ തലപ്പത്തിരിക്കുന്നത്. ചർച്ചിൻ്റെ തിന്മ നോക്കുക. ഇനി ആ ചർച്ചിൻ്റെ ആണെന്ന് അറിയത്തില്ല, ഇവൻ ഏതിൻ്റെ ഒക്കെ ഉയർന്നിരുത്തനായിരിക്കണം. പ്ലാസ്റ്ററാണ് പോലും പ്ലാസ്റ്റർ. നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാതെ നീയൊക്കെ വല്ല പണിയെടുത്തും ജീവിക്കുക. നീ ബൈബിളിലെ കാര്യങ്ങൾ, ചരിത്രമോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറ. അല്ലാതെ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ മേടിക്കാനായിട്ടുള്ള പരിപാടി നോക്കാതെ. നാണക്കേടാ അത്. ഇത് കണ്ടിരിക്കുന്ന പല മനുഷ്യർക്കും ഇത് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ എന്നാലും എന്നെ ചീത്ത വിളിക്കാൻ വരുന്ന കുറച്ച് പേരുണ്ടാവും. എന്നെ ചീത്ത വിളിച്ച കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ മുമ്പും പറഞ്ഞിട്ട് ഒരുപാട് ചീത്തവിളി കേട്ടിട്ടുള്ളതാണ്. അപ്പം ചീത്തവിളി കേൾക്കുന്നൊന്നും നമുക്ക് ഉത്തരിയല്ല. നിങ്ങൾ ചീത്ത വിളിച്ചോ, വിശ്വാസികളായിട്ടുള്ള ചെറുപ്പക്കാരായിരിക്കും ചിലപ്പോൾ ചീത്ത വിളിക്കാൻ വരുന്നത്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. നിങ്ങൾ ചീത്ത വിളിച്ചോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ വിളിച്ചോളുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, വിശ്വാസികൾ ചീത്ത വിളിക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അക്കൗണ്ടിൻ്റെ താഴെയൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ പല വീഡിയോയുടെയും താഴെ നോക്കിക്കഴിഞ്ഞാൽ വിശ്വാസികൾ ചീത്ത വിളിച്ചത് കാണാം. കുറച്ചൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം വിശ്വാസികൾ അവരുടെ ഒരു വികാരത്തിൻ്റെ പുറത്ത് വിളിച്ചോട്ടെന്ന് വിചാരിച്ച് എന്നെ ഫോൺ വിളിച്ചും കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇത് നിങ്ങൾ വിശ്വാസികൾ നിങ്ങളുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള എന്ത് കാര്യങ്ങളും ചെയ്തുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ പണിയെടുത്തോണ്ട് ഉണ്ടാക്കുന്ന പൈസ വെറുതെ ഇവനൊക്കെ കൊണ്ട് കൊടുക്കരുത്. ഇവനൊക്കെ ഈ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പ്. അപ്പോൾ അതിൽ വീഴാതെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുക. അതിനകത്തൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിൽ മുന്നോട്ട് പോവുക. പക്ഷെ ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഇവനോട് ദൈവം വന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് എന്ത് കേടാന്നറിഞ്ഞില്ല ഇവൻ്റെ അടുക്ക വന്നിട്ട് പറയാനായിട്ട്. ഇവൻ അതിലും വലിയ തട്ടിപ്പുകാരനാണ്. അപ്പം ഈ ദൈവത്തിന് ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷൻ നടക്കുമല്ലേടാ, അവിടെ വന്നിട്ട് ദൈവത്തിന് വിശ്വാസികളോട് മൊത്തമായിട്ട് പറയരുത്. ഇവൻ്റെ റൂമിനകത്ത് ഒളിച്ച് എന്നിട്ട് ഇവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യിപ്പിച്ച് ഇത് കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് ദൈവത്തിന് അങ്ങ് പ്രത്യക്ഷപ്പെട്ടാൽ പോരെ? ആരുമില്ലാത്ത സമയത്ത് ഇവൻ്റെ റൂമിനകത്ത് ചെന്നിട്ട് ഇവനോട് പറഞ്ഞെന്ന്. അത് ഇവൻ റെക്കോർഡ് ചെയ്ത്. ഇവരെന്നെ വീഡിയോ പിടിക്കാഞ്ഞേ, ഇവൻ ദൈവത്തിൻ്റെ വീഡിയോ എന്നെ പിടിക്കാഞ്ഞേ, ഇവൻ എന്തിന് റെക്കോർഡ് ചെയ്തേ? അപ്പം ശബ്ദം മാത്രമേ, അശരീരി മാത്രമേ ഉള്ളായിരുന്നു, ശരീരമില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളി റെക്കോർഡ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ റെക്കോർഡ് ചെയ്യാം, ദൈവത്തെ കാണത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ശബ്ദം വരുന്നത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഇവൻ റെക്കോർഡ് ചെയ്ത, ഇവൻ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ട് റെക്കോർഡ് ചെയ്താ. എന്നിട്ട് വിശ്വാസികളെ അവൻ പറ്റിക്കുവാണ്. അതിന് കൈയടിക്കാൻ കുറേ പേര്. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. പാവമുണ്ട് അതുങ്ങൾ. എടാ നീയൊക്കെ പോയി വല്ല പണിയെടുത്ത് ജീവിക്കണം. അല്ലെങ്കിൽ നീ ബൈബിളിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ അവരോട് പൈസ വാങ്ങിക്കുക. അല്ലാതെ ഇതുപോലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞിട്ടല്ല, അവരെ പേടിപ്പിച്ചിട്ടല്ല മേടിക്കേണ്ടത്. വിശ്വാസികൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇതുപോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങൾ ബൈബിളിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കൂടി കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. അല്ലാതെ ഇതുപോലുള്ള നാറികളെയൊക്കെ നിങ്ങൾ പൊക്കിക്കൊണ്ട് വരാതെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും നമസ്കാരം. ചിരിക്കണം, കരയണം.